നമസ്കാരം. സുധീഷ് ചെമ്പകശ്ശേരിയാണ്. ഇപ്പം ഞാനെന്നുള്ളത് മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം, ഏറെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടക്കകാലത്ത് ഞാൻ തന്നെ ആയിരിക്കും ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എനിക്കത് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. കാരണം രാജേട്ടൻ ഞാൻ നമ്മളെ ബന്ധമൊന്നും നിലനിർത്താറുമുണ്ട്. അപ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ വളർച്ച കേട്ടോ. കാരണം ഇവിടെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ആരും നിരാശരായിട്ട് പോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് അനുഭവസ്ഥർ എന്നെ വിളിക്കാറുണ്ട് മോക്ഷത്തെ. അപ്പോൾ കുറേ ആളുകൾ എന്നോടും ചോദിച്ചു, സുവിശേഷം മോക്ഷത്തെ ഒന്നും കൂടി ചെയ്യോ വീഡിയോ എന്ന് ചോദിച്ചതിൻ്റെ പ്രകാരമാണ് ഞാൻ ഇന്ന് ഇവിടെ രാജേട്ടനുള്ള ദിവസം തന്നെ വരാമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞാലും രാജേട്ടനെ കാണാൻ കഴിഞ്ഞാലും അതിയായ സന്തോഷമുണ്ട്. അതിൻ്റെ പുറമെ ഈ ക്ഷേത്രത്തിൽ നിരവധി വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു മരം ഉണ്ട് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും വന്നാൽ അതൊന്ന് ചോദിച്ചറിഞ്ഞ് കാണുക തന്നെ വേണം. അതുപോലെ നിങ്ങളുടെ നമ്മുടെ നാളുകൾക്കൊക്കെ ഓരോ മറ്റേ മരങ്ങളുണ്ട്, വൃക്ഷങ്ങൾ. ആ വൃക്ഷങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, എല്ലാ വൃക്ഷങ്ങളും നാളിന്. അപ്പം നമ്മുടെ നാളിന് അത് ബലം വയ്ക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ്. അപൂർവം ക്ഷേത്രങ്ങളാണ് ഞാൻ ചെയ്ത ക്ഷേത്രങ്ങൾ. ഇപ്പോൾ 380ഓളം ക്ഷേത്രങ്ങൾ ഞാൻ ചെയ്തു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ചെയ്തൊരു വ്ളോഗർ വളരെ വ്ളോഗായിട്ട് ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്കുള്ള ഒരു അഭിമാനം കൂടി ഉണ്ട്. അതിൻ്റെ പുറമെ ചുരുങ്ങിയ ക്ഷേത്രങ്ങളാണ് ഇത്തരത്തിൽ ഇങ്ങനെ ജന്മനക്ഷത്രത്തിന് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളുള്ളത്. അപ്പോൾ വളരെ സന്തോഷം. അതും വന്നാൽ നിങ്ങളൊന്ന് കാണുക. പിന്നെ മുട്ടറക്കൽ വഴിപാട് അതിനേറെ പ്രാധാന്യമുള്ള, കാരണം നിങ്ങളൊരു ക്ഷേത്രത്തിലും കാണുന്ന രീതിയിലല്ല, അത്രയും പ്രാധാന്യത്തോടു കൂടി കൃത്യമായ ചിട്ടയോട് കൂടി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം. ഇത് പാലക്കാട് ജില്ലയിൽ പുലാപ്പറ്റയിലാണ് ഈ ക്ഷേത്രം. എന്തായാലും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അതുപോലെ ഇവിടുത്തെ വഴിപാടിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ രാജേട്ടൻ നമുക്ക് എന്തായാലും പറഞ്ഞു തരും. അപ്പോൾ അതിൽ വളരെയധികം നിങ്ങളിത് ആളുകൾക്ക് ഷെയർ ചെയ്യുക, കണ്ടമാനം ആളുകൾക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ അറിയപ്പെടാത്ത ക്ഷേത്രങ്ങൾ നമ്മളെ കുറേ സ്ഥലങ്ങളിലേക്കും കുറേ ദേശങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ മോക്ഷത്ത് ഇനിയും ഉയർന്നു വരട്ടെ. ഇനിയും ഒരുപാട് ദേശങ്ങൾ, ഇപ്പം തന്നെ പുറം ദേശങ്ങളും ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഇനിയും വരട്ടെ. അപ്പം എന്തായാലും രാജേട്ടൻ്റെ വഴിപാടിനെ കുറിച്ചും നട തുറക്കേണ്ട സമയത്തെക്കുറിച്ചും ഇവിടെ എത്തിച്ചേരേണ്ട സ്ഥലത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ചരിത്രവും അത് കൃത്യമായിട്ട് ചേട്ടൻ പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എന്നെ ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. സുധീഷ് ചെമ്പകശ്ശേരി വ്ളോഗ്സ് മീഡിയ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടും. ആ ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് എൻ്റെ വീഡിയോ കാണുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് രാജേട്ടൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഓം നമഃശിവായ. പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. 3000 വർഷം പഴക്കമാണ് സ്വർണ്ണ ആരൂഢപ്രകാരം പ്രതിപാദിച്ചിരിക്കുന്നത് ദേവജ്ഞന്മാർ. ഇവിടെ പണ്ട് കാലത്ത് യാഗഭൂമിയായിരുന്നു അത്രേ. ആ യാഗഭൂമിയിലെ യാഗകുണ്ഡത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠകളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. വടക്ക് ഭാഗത്തായിട്ട് ശിവപാർവതി, ഒക്കത്ത് ഗണപതി, നടുവിൽ അയ്യപ്പൻ, പൂർണ്ണ, പുഷ്കല, തെക്ക് ഭാഗത്തായിട്ട് കിരാത മൂർത്തി. ശിവപാർവതിമാർക്ക് പ്രധാനപ്പെട്ട വഴിപാട് ഇവിടെ നടത്തപ്പെടുന്നത് മംഗല്യപൂജ, ഉമാമഹേശ്വര പൂജ, ദമ്പതി പൂജ, 108 കുടം ആടൽ, ഭഗവത് സേവ എന്നിവ താന്ത്രിക വിധിപ്രകാരം അണിമംഗലം ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ എല്ലാ 30 തിങ്കളാഴ്ചയും നടത്തപ്പെടുന്നു. മംഗല്യഭാഗ്യം സിദ്ധിക്കേണ്ടവർ ഈ ദിവസങ്ങളിൽ വന്ന് മംഗല്യ പൂജയിൽ പങ്കാളികളാവുക. 3 മംഗല്യപൂജ, 1 നാഗപൂജ, 1 സർപ്പബലി, വിവാഹശേഷം 1 മത്തവിലാസം കുത്ത് എന്നിവയാണ് ഇതിന് വഴിപാടായി കഴിക്കേണ്ടത്. പിന്നെ ഒക്കത്ത് ഗണപതിയാണ്. ആ ഗണപതി ഭഗവാനാണ് വെള്ളി, ചൊവ്വ, ഞായർ എന്നീ ദിവസങ്ങളിൽ മുട്ടറത്ത് ബലം പറയൽ മേൽശാന്തി ശ്രീരാമസ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നത്. കാലത്ത് 7 മണി മുതൽ ടോക്കൺ പുനരാരംഭിക്കുന്നു കൊടുക്കൽ. 9:30 മണി മുതലാണ് മുട്ടറത്ത് ബലം പറയൽ ആരംഭിക്കുക. ഓരോ നാളുകാരുടെയും പ്രത്യേകം നാളികേരം മുട്ടി വിശദീകരിച്ച് പ്രതിപാദിച്ചു കൊടുത്തുന്നു മേൽശാന്തി ശ്രീരാമസ്വാമി. നടുവിലുള്ളത് അയ്യപ്പൻ, പൂർണ്ണ, പുഷ്കല. 30 ശനിയാഴ്ച തോറും നീരാഞ്ജനം വഴിപാട് വളരെ പ്രധാനം. ദക്ഷിണ ഭാഗത്ത് തെക്ക് ഭാഗത്തായിട്ട് കിരാതമൂർത്തിക്ക് വർഷം തോറും ഇവിടെ മത്തവിലാസം കുത്ത് അതിപ്രധാനമാണ്. മംഗല്യഭാഗ്യം
അതുപോലെ തന്നെ സന്താനഭാഗ്യം, ഉദ്ദിഷ്ട കാര്യസാധ്യം എന്നിവയ്ക്കാണ് മത്തവിലാസം കൂത്ത് നടത്തപ്പെടുന്നത്. സ്വന്തമായി മത്തവിലാസം കൂത്ത് നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ 50,000 രൂപയാണ് ഷീട്ടാക്കേണ്ടത്. പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് ഫലസിദ്ധി കിട്ടി 1 വർഷത്തിനുള്ളിൽ വഴിപാടുകൾ നിർവഹിക്കുക. ഫലസിദ്ധി കിട്ടിയ ഉടനെ തന്നെ 10,000 രൂപ അടച്ച് ബുക്ക് ചെയ്ത് ഇടുക. സാധാരണക്കാർക്ക് അല്ലാത്തവർക്ക് 1000 രൂപയുടെ മത്തവിലാസം കൂത്തും ഇവിടെ ക്ഷേത്ര കമ്മിറ്റി നടത്തപ്പെടുന്നു. അതിൽ പങ്കാളികൾ ആകാവുന്നതാണ്. പുറത്ത് നാഗക്കാവുണ്ട്. നാഗക്കാവിൽ നാഗയക്ഷി, നാഗകന്യക, ശ്രീഭൂതനാഗങ്ങൾ എന്നിവ പ്രതിഷ്ഠിക്കപ്പെടുന്നു. എല്ലാ ആയില്യം നാളിലും നാഗക്കാവിൽ ആയില്യ പൂജ കാലത്ത് 9:30 മണിക്ക് പാതിരിക്കുന്നത്ത് ബ്രഹ്മശ്രീ സുരേഷ് നമ്പൂതിരി, സുനിൽ നമ്പൂതിരി, ശ്രീധരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. വൈകുന്നേരം സർപ്പബലി. അഷ്ടനാഗങ്ങളായ അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, പത്മൻ, മഹാപത്മൻ, ശംഖപാലൻ, ഗുളികൻ എന്നീ അഷ്ടനാഗങ്ങളെയും കളത്തിൽ ആവാഹിച്ചു വരുത്തി അവരിൽ നിന്ന് ഈ പ്രകൃതിയിൽ പ്രകൃതിക്ഷോഭമോ മഹാമാരിയോ കൂടാതെ സസുഖം വസിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന മഹത് കർമ്മമാണ് എല്ലാ ആയില്യം നാളിലും വൈകുന്നേരം 5 മണി മുതൽ നടത്തപ്പെടുന്ന സർപ്പബലി. പിന്നീടുള്ളത് വേട്ടേക്കരങ്കാവ്. വേട്ടേക്കരങ്കാവിൽ കഠിനപായസം, അതുപോലെ തന്നെ നാളികേരമേറ് പ്രധാനമാണ്. അരിഷ്ട നീങ്ങുന്നതിനും അതുപോലെ തന്നെ ദേഹാരിഷ്ടി നീങ്ങുന്നതിന്, വ്യാപാര വിജയം എന്നുവേണ്ട ഉദ്ദിഷ്ട കാര്യസാധ്യം ഏതാണോ അതിന് നാളികേരമേറെ വേട്ടേക്കരന് പ്രധാനമാണ്. പുറമെ ബ്രഹ്മരക്ഷസ്, എല്ലാ 30 വ്യാഴാഴ്ചയും ബ്രഹ്മരക്ഷസ് പൂജ ഇവിടെ നടത്തപ്പെടുന്നു. പിന്നീടുള്ളത് കൃഷ്ണപേരാൽ എന്ന അപൂർവ മരം ഇവിടെ സംരക്ഷിച്ചു വരുന്നു. പണ്ടുകാലത്ത് ഗോപികമാർ കൃഷ്ണന് വെണ്ണ കൊണ്ടുപോയി കൊടുത്തിരുന്നത് ഈ ഇലയിലായിരുന്നു അത്രേ. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ എല്ലാ ഇലകളും കുമ്പിൾ കുത്തിയ പോലെയാണ്. അപൂർവമായ ഒരു വൃക്ഷമാണ് ഇവിടെയുള്ളത്. പിന്നീടുള്ളത് 27 നാളുകാരുടെ പേരിലുമുള്ള നക്ഷത്രവനമാണ്. ഇത് നല്ല നിലയിൽ തന്നെ ഇവിടെ സംരക്ഷിച്ചു വരുന്നു. എല്ലാ ഭക്തരും, ദർശനത്തിന് വരുന്ന എല്ലാ ഭക്തരും ഇവിടെ വന്ന് ദർശനം ചെയ്യുക. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. എവിടെയാണോ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതി. ഒരു ടിൻ എണ്ണ, ഒരു ത്രികാല പൂജ, ഒരു മത്തവിലാസം കൂത്ത് പ്രാർത്ഥിച്ച് ഫലസിദ്ധി കിട്ടി 1 മാസത്തിനുള്ളിൽ വഴിപാടുകൾ നിർവഹിക്കുക. അതുപോലെ തന്നെ ഏത് പ്രാർത്ഥനയാണോ മുൻകൂട്ടി വന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് ഫലസിദ്ധി കിട്ടിയ ശേഷം മാത്രം വഴിപാടുകൾ കഴിക്കുക. ഇതിന്റെ ഊരായ്മ കുതിരവട്ട സ്വരൂപം പുലാപ്പറ്റ. ഇതിന് വരേണ്ടത് കോങ്ങാട് നിന്ന് ധാരാളം ബസ്സുകൾ, മണ്ണാർക്കാട്ടേക്ക് പോകുന്ന ധാരാളം ബസ്സുകൾ ഇവിടെയുണ്ട്. മോക്ഷത്തമ്പലം എന്ന് പറഞ്ഞാൽ കോങ്ങാട് നിന്ന് കയറിയാൽ ഇവിടെ മുൻവശത്ത് ഇറക്കിത്തരുന്നതാണ്. അതുപോലെ തന്നെ മണ്ണാർക്കാട് നിന്ന് കോങ്ങാട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറി മോക്ഷത്തമ്പലത്തിൽ ഇറക്കണം എന്ന് പറഞ്ഞാൽ ഇറക്കിത്തരും. അങ്ങനെ ധാരാളം ബസ്സുകൾ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് കൂടി നടന്നു പോകുന്നു. എല്ലാ ഭക്തരെയും ഈ പുലാപ്പറ്റ പാലക്കാട് ഡിസ്ട്രിക്ട് പുലാപ്പറ്റയിലുള്ള ഈ മോക്ഷത്തെ മഹാദേവ ക്ഷേത്രത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓം നമഃ ശിവായ. നമസ്കാരം. ഞാൻ ശ്രീരാമസ്വാമി, കുണ്ട്രാണിമഠം, കാരാവർശി, പാലക്കാട് ജില്ലയിൽ കാരാവർശി എന്നുള്ള സ്ഥലത്താണ് മഠം. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് മോക്ഷത്തമ്പലം, അതും പാലക്കാട് ജില്ലയിലാണ്. ലാപ്പറ്റ മോക്ഷത്തമ്പലം ഭഗവാന്റെ അടുത്തൊരു നിയോഗം പോലെ വന്നു ചേർന്നതാ. 9 വർഷമായി. ഇവിടുത്തെ ഊരായ്മക്കാര് ആയിട്ടുള്ള കുതിരവട്ടം സ്വരൂപത്തിലെ ആൾക്കാരും തന്ത്രി അണിമംഗലം നാരായണൻ നമ്പൂതിരിപ്പാട്, നാഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് തന്ത്രിയുണ്ട്, പാതിരിക്കുന്ന് സുരേഷ് നമ്പൂതിരി അവർകളും എല്ലാവരുടെ അനുഗ്രഹം കൊണ്ടും ഭക്തജനങ്ങളുടെയും കമ്മിറ്റിയുടെയും സഹകരണം കൊണ്ടും ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ഭഗവാന്റെ ചൈതന്യം നാൾക്ക് നാള് വർദ്ധിച്ചു വരികയാണ്. അപ്പം ഇവരുടെയൊക്കെ സഹകരണം കൊണ്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ഇവിടെ ഉമാമഹേശ്വര പൂജ
നാഗപൂജ, അതുപോലെ തന്നെ ഗണപതിക്ക് അപ്പം മൂടൽ. ഇവിടെ ഗണപതിയുടെ മുമ്പിൽ വെച്ചിട്ടാ മുട്ടറക്കല്. അപ്പൊ ദേവിക്കും ആണല്ലോ മുട്ടറക്കല്. അപ്പൊ ഗണപതിയുടെ മുമ്പിൽ വെച്ചിട്ടാ പലരും ചോദിക്കാറുണ്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട്, ഈ കുണ്ട്രാണിമടക്കാർക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് ഒരു ഗണപതി ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ രണ്ടാമത്തെ തലമുറയിൽ വെച്ചിട്ട് മുത്തശ്ശൻ്റെ അച്ഛനായിട്ട് അത് നഷ്ടപ്പെട്ടു. ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ അതിനുശേഷം ഞങ്ങളുടെ മഠത്തിൽ വെച്ച് പ്രശ്നം വെച്ച് നോക്കുമ്പോഴൊക്കെ ഇതിന്റെ ദോഷം കണ്ട് ഇപ്പൊ ഞങ്ങൾ ഈ അതിന്റെ പരിഹാരാർത്ഥം ചില ക്രിയകളൊക്കെ ചെയ്ത് വരുന്നുണ്ട്. ആയതിന്റെ ഒരു ഗുണത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾ എവിടെ പോയാലും ഗണപതിക്ക് എന്ത് ചെയ്താലും, മുട്ടർത്താലും, ഗണപതിയെ വിചാരിച്ച് എന്ത് കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് ചെയ്തു കൊടുത്താലും അതൊക്കെ വേഗം വേഗം ഭരിക്കാറുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പൊ ഇവിടെ വന്നു. അപ്പൊ നമുക്ക് കുറച്ച് ജ്യോതിഷമൊക്കെ അറിയാം, ജ്യോതിഷത്തിന്റെ പിൻബലം ഉണ്ടെങ്കിലും അപ്പൊ അതാ ഇപ്പോ വ്യാഴ അനുകൂലമാണ്, വളരെ നന്നായിട്ടോ പറഞ്ഞിട്ട് നമ്മൾ തേങ്ങ മുട്ടുക വയ്ക്കുക. തേങ്ങ ഇപ്പൊ കേട് വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ അടുത്തിടെ ഒരു അനുഭവം ഉണ്ടായത്, ഇപ്പൊ മുട്ടിയപ്പോ കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റാ, പഠിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പൊ മുട്ട അറുത്തപ്പോ വിദ്യാമുട്ടിൽ ചെറിയൊരു പ്രശ്നം. അപ്പൊ അത് അങ്ങനെ മുട്ടും, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അച്ഛൻ വന്ന് പറയുന്നത്, സ്വാമി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുട്ട അറുത്തപ്പോ വിദ്യാമുട്ട് മോശമായി, മകൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. ഇവിടെ സ്വാമി പറഞ്ഞു വിദ്യക്ക് പ്രശ്നമുണ്ട് പറഞ്ഞു. പറഞ്ഞ പോലെ കേട്ടോ 3 ദിവസം കഴിഞ്ഞപ്പോ കുട്ടി സ്കൂളിൽ പോകണില്ല, വാശി പിടിക്കുക, ഞാൻ പോണില്ല പറഞ്ഞു. എന്നിട്ട് ചീത്ത പറഞ്ഞിട്ടാ പറഞ്ഞേറ്റേ പറഞ്ഞു. എന്നിട്ട് ആദ്യം അതിന് മുട്ട അടിച്ച് അതിന് വേണ്ട പരിഹാരം ചെയ്തു കൊടുത്തു. അതേപോലെ തന്നെ മംഗല്യസിദ്ധിക്കും നമ്മൾ എന്ത് കാര്യം വിചാരിച്ചിട്ടാണോ ഗണപതിയുടെ അടുത്ത് മുട്ടണത്, വിദ്യക്ക് വിദ്യാമുട്ട്, തൊഴിൽ തടസ്സത്തിന് തൊഴിൽമുട്ട്, അതേപോലെ തന്നെ മംഗല്യസിദ്ധിക്ക് മംഗല്യമുട്ട്. അപ്പോൾ നമുക്ക് എന്ത് മുട്ട് ആണോ നമുക്ക് പ്രയാസമുള്ളത് അതിന് ഇവിടെ മുട്ടറുത്ത് കഴിഞ്ഞാൽ ഉടനടി ഗണപതി ഭഗവാൻ അത് അനുഗ്രഹിച്ച് നമ്മുടെ വിഘ്നങ്ങൾ നീക്കി നമ്മൾ അനുഗ്രഹിക്കുകയാണ്. പിന്നെ ഞാൻ പറയാലോ, നമ്മുടെ ഒരു ഈ കയ്യോണ്ടാണ് ഇപ്പൊ മുട്ടറക്കണത്. ഇപ്പൊ ഈ കല്ലെന്നെ നോക്കിയാൽ അപ്പൊ സുജീഷ് കുറച്ച് കഴിഞ്ഞാൽ അത് ഫോക്കസ് ചെയ്ത് എടുത്തു തരും. ഈ കല്ല് ഇതുപോലെ ആയിരുന്നു. ഇപ്പൊ ലക്ഷക്കണക്കിന് തേങ്ങ കേരളത്തില് അങ്ങോളം ഇങ്ങോളം കേരളത്തിന്റെ അകത്തും പുറത്തായിട്ടുള്ള ആൾക്കാർ വന്ന് മുട്ടറുത്തു. അപ്പൊ ഇതൊക്കെ ഒരു ഈശ്വര നിയോഗമാണ്. ഇതൊന്നും ഒരു കേമത്തല്ല, ഇതിൽ ഭഗവാന്റെ അനുഗ്രഹം അത്രയേ ഉള്ളൂ. നമ്മൾ അതിനു വേണ്ടി നിയോഗിച്ചു, നമ്മളത് ചെയ്യുന്നു. ഇതൊക്കെ വന്നു ചേർന്നതാ, നമ്മളൊന്നും തേടിപ്പോയതല്ല. സുധീഷ്ണനെ ആദ്യം അവിടെ ഇരുന്നിട്ടാ മുട്ടർത്തിരുന്നത്. പിന്നെ കുറച്ച് ഇടുപ്പ് വേദനയായപ്പോൾ ഇവിടേക്ക് മാറ്റി. പിന്നീട് അതും പോരാഞ്ഞപ്പോഴാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നാൾക്ക് നാള് ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചു വരികയാണ്. എല്ലാവരും ഈശ്വര നിയോഗം മോട്ടത്തപ്പൻ്റെ അടുത്തും അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെ സഹകരണം കൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ഒരുപാട് കാലം ചെയ്യാനും അതുപോലെ തന്നെ ഈ ചെയ്തതിന്റെ ഫലം എല്ലാവർക്കും കിട്ടട്ടെ എന്നും മോട്ടത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമഃശിവായ. ശംഭോ മഹാദേവ.